കുഞ്ഞേതാ? വന്ദനമ്മയുടെ വീട്ടിൽ പോണ്ട വഴി അറിയാവോ? മോൾ ഏതാ? മോളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ദിയമോൾ ഒറ്റയ്ക്കാ. വന്ദനമ്മയുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞുതരാവോ? അതിനെന്താ, പറഞ്ഞു തരാലോ. ഒറ്റയ്ക്ക ഉച്ചയ്ക്ക് പോന്ന ലോറിയിൽ തെങ്കാശി കയറ്റി വിട്ടാലേ നാളെ മുതൽ പിച്ച തണ്ടാൻ ഇറക്കി വിടാം. എന്നെ വന്ദനമ്മയുടെ വീട്ടിലെത്തിക്കോ? അതിനെന്താ, എത്തിക്കാലോ. വീട് കുറച്ച് ദൂരെയാ. അല്ല, മോളുടെ കാലിന് എന്തു പറ്റിയതാ? ഒരു ആക്സിഡന്റിൽ ഒടിഞ്ഞതാ. പാവം കാലിനെ നല്ല വേദനയുണ്ടോ? ഭയങ്കര വേദനയാ, എനിക്ക് നടക്കാനേ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, മോളെ അപ്പൂപ്പൻ എടുക്കാം. നിങ്ങൾക്ക് ശരിക്കും വന്ദനമ്മയുടെ വീട് അറിയോ? അറിയാന്നേ. വന്ദനാമ്മയെ മാത്രമല്ല, അവിടെ ഉള്ള എല്ലാരെയും അറിയാം. വാ. നേരം വൈകും തോറും എന്റെ കുട്ടി ആപത്തിലേക്ക് അടുത്തോണ്ടിരിക്ക. അവള് വല്ല ഭിക്ഷക്കാരോ മറ്റോ തട്ടിയെടുത്തിട്ടുണ്ടാവും. ഈശ്വര, എന്റെ കുഞ്ഞ്. മതി നിന്റെ അഭിനയം. ദിയമോളെ തട്ടിയെടുത്തിരിക്കുന്നത് ഭിക്ഷക്കാരല്ല, പിച്ചക്കാരിയാ. കോടീശ്വരിയാകാൻ മോഹിച്ച് നടക്കാതെ പോയൊരു പിച്ചക്കാരി. കുട്ടിയെ എവിടെയോ ഒളിപ്പിച്ചിട്ട് കണ്ടില്ല അവളുടെ ഒരു മുതലക്കണ്ണീര്. കുട്ടിയെ ഉടനെ കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ സാഗറിന്റെ യഥാർത്ഥ രൂപം നീ അറിയും. നിർത്തറ. അധികം കിടന്ന് ചിലക്കാതറാ. നീ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. കളിയേ ദേ ഇങ്ങോട്ട് എടുക്കണ്ട. വന്ദന അനാഥയൊന്നല്ല. ചോദിക്കാനും പറയാനും അവൾക്ക് കൂടപ്പറപ്പുകളുണ്ട്. ഷേപ്പ് മാറണ്ടെങ്കിൽ കെട്ടിയോളെ വിളിച്ചോണ്ട് നീ പോയിക്കോ. പോടാ പോടാ. പ്രകാശേട്ടാ, പിടിക്ക്. വിനുട്ടാ, പോടാ. മാധവേട്ട, ഒന്ന് നോക്കൂ മാധവേട്ട. വേണ്ടെന്ന് പറഞ്ഞു മാധവേട്ട. വേണ്ട, ഒന്നും വേണ്ട. മാറിയേക്ക്. പിടിച്ചു മാറ്റവനെ. അവനെ പിടിച്ച് മാറ്റ്. വിട്ടേക്ക്. വേണ്ടെന്ന്. അവനെ പിടിച്ച് മാറ്റടാ. വിനു, പിടിച്ചു മാറ്റടാ അവനെ. വിനു, അകത്ത് പോവാൻ. ഇറങ്ങിപ്പോടാ. എടാ ചെറുക്ക, സംസാരശേഷി ഇല്ലാത്തവനാ അവൻ. നേരെ ചുമ ചെവിയും കേക്കില്ല. അവന്റെ ഉള്ളിലെ ചതിയും വഞ്ചനയും ഒന്നുമില്ല. സ്നേഹിക്കാൻ മാത്രമേ അവനറിയാവൂ. അതുകൊണ്ട് തന്നെ അവൻ സ്നേഹിക്കുന്നവരെ ആരെങ്കിലും നോവിച്ച അവൻ കുത്തി കീറിക്കളയും. വിളിച്ചോണ്ട് പോടി ഇവനെ. ഈ വന്ദനാമ്മ മോളുടെ ആരാ? എന്റെ അമ്മയാ. എനിക്കെല്ലാം വന്ദനമ്മയാ. പക്ഷെ വീട് മാത്രം അങ്ങ് മറന്നുപോയി. അപ്പൂപ്പന്മാർക്ക് വന്ദനമ്മയുടെ വീട് ശരിക്കും അറിയോ? പിന്നെ വന്ദനാമ്മയെ അറിയാം, അവരുടെ വീട്ടുകാരെ എല്ലാരെയും അറിയാം. ഞങ്ങൾ അവിടെ നിന്നല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്നാ എന്നെ വേഗം അവിടെ കൊണ്ടുപോയി വിടണം. പിന്നെന്താ, മോളെ വന്ദനാമ്മയുടെ വീട്ടിൽ കൊണ്ടെത്തിച്ചിട്ടേ ഞങ്ങൾ എങ്ങോട്ടും പോകുന്നുള്ളൂ. പോരെ? ആ. ഇതാ ഫ്രോഡ് ഭിക്ഷക്കാരല്ലേ?
ഒരു കുട്ടിയും കൊണ്ടാണല്ലോ വരുന്നത്. നേരത്തെ ഇവന്മാരുടെ കയ്യിലെ കുട്ടിയെ കണ്ടില്ലല്ലോ. അപ്പോ ഇക്കടവിടെ ഈ കുട്ടി ഏതാ? ഇത് ഞങ്ങളുടെ ഒരു ബന്ധുവാ സാറേ. ഈ നാട്ടിൽ കുറച്ചു മുമ്പ് വരെ ഇല്ലാത്ത ബന്ധു എങ്ങനെയാണോ വന്നേ? സത്യം പറ, ഈ കുട്ടി ഏതാ? സത്യം പറഞ്ഞില്ലെങ്കിൽ ചവിട്ടി നിന്റെ എല്ലൊടിക്കും ഞാൻ. ഞങ്ങൾക്കിപ്പോ വഴിന്ന് കിട്ടിയതാ സാറേ. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവായിരുന്നു നിന്റെയൊക്കെ പദ്ധതി അല്ലേ? അല്ലെന്നാ മോളെ, എനിക്ക് ഇവരെ നേരത്തെ അറിയൂ? ഇല്ല. നിന്നെ ഒന്നും മേലെ അവിടെ കണ്ടുപോരും. മനസ്സിലാണോ? കണ്ട കൊന്നുകളെ ഞാൻ. മോളെ, അവര് പിള്ളേരെ പിടിക്കാൻ നടക്കുന്ന കള്ളന്മാരാ. അങ്കിൾ കണ്ടില്ലായിരുന്നെങ്കിൽ നിന്റെ പൊടി പോലും കിട്ടത്തില്ലായിരുന്നു. വിഷമിക്കണ്ട മോളെ. മോളെ ഏതാ? ആരെ കാണാനാ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങിയത്? എനിക്ക് വന്ദനമ്മയെ കാണണം. വന്ദനാമ്മയോ? അതാരാ? എന്റെ അമ്മയാ. ആ ആട്ടെ, ഈ വന്ദനാമ്മയുടെ വീട്ടുപേരെന്താ? എവിടെയാ വീട്? അറിയില്ല. മോളെ ആരാ ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടത്? ഞാൻ ഇറങ്ങി വന്നത് എന്റെ വന്ദനമ്മയെ കാണാൻ. അങ്ങനെ ഇറങ്ങി വരുന്നത് തെറ്റല്ലേ? അതെ, മോക്ക് വന്ദനാമ്മയെ കുറിച്ച് വേറെ വല്ലതും അറിയുമോ? അറിയാം. വന്ദനമ്മയുടെ ഫോൺ നമ്പർ അറിയാം. ആ, ഫോൺ നമ്പർ അറിയല്ലേ? എന്നാ മോള് പേടിക്കണ്ട. വന്ദനാമ്മയെ വിളിച്ച് വീട് മനസ്സിലാക്കി മോളെ വീട്ടിൽ കൊണ്ടുപോകും ഞാൻ, കേട്ടാ? പോരെ? നിങ്ങളുടെ ഈ ഭീഷണിയും ഉടായ്പും കൊണ്ടൊന്നും ഞങ്ങളെ ഓടിക്കാൻ നോക്കണ്ട. ദിയമോളെയും കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. മാത്രല്ല, നിന്നെ ഒന്നും വെറുതെ വിടാനും പോകുന്നില്ല. ക്ഷമ പരീക്ഷിക്കാതെ മര്യാദയ്ക്ക് കൊച്ചിനെ ഇറക്കിവിട്. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താ ചേച്ചി പ്രശ്നം? നമ്മളെ കാണുന്നില്ല. ഞാനാണ് അവളെ തട്ടിക്കൊണ്ട് വന്നെന്നും പറഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടി എന്റെ തലയിൽ കയറുക. അപ്പൊ വീണ്ടും തുടങ്ങിയല്ലേ? ഹലോ രാഖി മാഡം, ആരും സഹായത്തിനില്ലാത്ത പഴയ മാധവൻ നായരല്ല ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇപ്പോഴെന്താടി മാധവൻ നായർക്ക് കൊമ്പ് മുളച്ചോ? അങ്ങനെ കൂട്ടിക്കോ. നല്ല മൂർച്ചയുള്ള ഒറ്റക്കൊമ്പ. സാഗർ എന്നോട് മോശമായി പെരുമാറിയെന്ന് എന്റെ അച്ഛനൊന്ന് വിളിച്ചു പറഞ്ഞാലേ. ഡോ, എന്റെ അച്ഛനാരെന്ന് തനിക്കറിയോ? കരുണാകരക്കുറുപ്പ്. അച്ഛനോടൊന്ന് വിളിച്ചു പറഞ്ഞ നിനക്കിവന്റെ പുലകുളി അടിയന്തരവും 16 അടിയന്തരവും ഒരുമിച്ച് നടത്തേണ്ടി വരും. മനസ്സിലായോടോ? വേണ്ട, ആരും പ്രശ്നത്തിനൊന്നും പോവണ്ട. എനിക്ക് എന്റെ ദിയമോളെ വേണം. നമുക്കിപ്പൊ തന്നെ ദിയമോളെ എവിടെയെന്ന് കണ്ടുപിടിക്കാം. നീ തന്നെയാണ് ദിയമോളെ തട്ടിക്കൊണ്ട് വന്നത്. മര്യാദയ്ക്ക് അവളെ ഞങ്ങൾക്ക് തന്നെ തന്നേക്ക്. നിനക്ക് ഞങ്ങൾ 12 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ ദിയമോളെ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ബാക്കിയൊക്കെ കാത്തിരുന്ന് കാണാം. നമുക്ക് ഒന്നുകൂടി വിളിക്കാം. നീ എടുക്ക്. ഹലോ, ആരാ?
നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഹലോ, അങ്ങനങ്ങ് ദേഷ്യപ്പെടല്ലേ. വന്ദനാമ്മയാണോ? അതെ. ആ, ഒരു ദിയ മോളെ അറിയൂ? അറിയാം. ദിയമോൾ എവിടെയാ? ദിയ ഇവിടെ എന്റെ അടുത്തുണ്ട്. ദിയമോൾ അടുത്തുണ്ടോ? അവൾക്കൊന്ന് ഫോൺ കൊടുക്കോ? ആ, കൊടുക്കാം. ദിയമോളാ നിങ്ങളുടെ നമ്പർ തന്നത്. ഞാൻ ദാ മോളിലേക്ക് കൊടുക്കാം. വന്ദനമ്മേ, ഞാനാ ദിയമ്മോള്. മോളെ, എന്റെ മോളിത് എവിടെയാ? മോൾ എന്തിനാ ആരോടും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയത്? വന്ദനമ്മ എത്ര സങ്കടപ്പെട്ടു എന്നറിയോ? വന്ദനമ്മയെ കാണാനാ ദിയമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് വന്ദനമ്മയെ കാണണം. അത് മോളെ, ദിയമോളെ ഞാൻ വഴക്ക് പറയുന്നില്ല. മര്യാദയ്ക്ക് പറ, മോൾ എവിടെ നിൽക്കുന്നത്? അത് അത് വന്ദനമ്മേ, ഒരു അങ്കിളിന്റെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഫോൺ അങ്കിളിന്റെ കയ്യിൽ കൊടുക്കാൻ വന്ദനമ്മേ. ഹലോ, നിങ്ങൾ എവിടെയാ? ഞാനിവിടെ സെന്റ് മേരീസ് ചർച്ചിനടുത്തുണ്ട്. താങ്ക് യു. ദിയമോളായിട്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കണേ. ഞങ്ങൾ ഇപ്പൊ തന്നെ എത്താം. ആ, ശരി. ഓക്കെ, ഇപ്പൊ വരും കേട്ടോ. നീയല്ല കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്ന് ബോധ്യപ്പെട്ടിട്ടും അവൾ അഹങ്കാരം കണ്ടില്ലേ? 2 അടി കൊടുത്ത് വിടേണ്ടതായിരുന്നു. ഇത്രയും മനുഷ്യത്വം കെട്ട കൂട്ടരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കൊച്ചിനെ കിട്ടി. ഏതോ മനുഷ്യത്വമുള്ള ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ പെട്ടതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു. അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മള്. വന്ദനമ്മയാണോ? അല്ല മോളെ, എന്റെ ചേട്ടനാ. എന്താ ഏട്ടാ? എടാ, ഇവിടെ ഞങ്ങളെല്ലാം കൂടി ബിസിനസ്സുകാരന്റെ മകളെ നിനക്ക് വേണ്ടി പെണ്ണ് കാണാൻ പോകാനുള്ള ഒരുക്കത്തിലാ. നീ ഇങ്ങോട്ട് വരുന്നില്ലേ? ഒന്ന് വേഗം വാ. ചേട്ടാ, ഞാനേ ഇപ്പൊ മറ്റൊരു കാര്യമായിട്ട് കുറച്ച് തിരക്കില്ല. വരാൻ കുറച്ച് വൈകും. എടാ, അതൊന്നും പറ്റില്ല. ചേട്ടൻ ഇപ്പൊ ഫോൺ വയ്ക്കുവോ? അങ്കിൾ, എന്നെ കൊണ്ടുപോവാൻ വന്ദനമ്മ ഇപ്പോൾ വരില്ലേ? വരും മോളെ. ഇനിയെങ്കിലും ആരോടും പറയാതെ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. മനസ്സിലായോ? ഇപ്പോഴത്തെ കാലം അത്ര നല്ലതല്ല. ഹലോ, എനിക്ക് ദിയമോളായിട്ടൊന്ന് സംസാരിക്കണം. പ്ലീസ്, കുഞ്ഞിനൊന്ന് ഫോൺ കൊടുക്കാമോ? ആ, പിന്നെന്താ, കൊടുക്കാലോ. വന്ദനാമ്മ. വന്ദനമ്മേ, അമ്മയ്ക്ക് എന്താ പറയാനുള്ളേ? അമ്മ ഇപ്പോൾ എവിടെ എത്തി? മോളെ, ഞാൻ ദിയമോൾക്ക് വിശക്കുന്നു അമ്മേ. ഭയങ്കര വിശപ്പാ. ദിയമോൾ എന്നും പട്ടിണിയാ. വിശന്നിട്ട് നിൽക്കാൻ വയ്യ അമ്മേ.
കാര്യം ചെയ്യേ, ആ അങ്കിളിന്റെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുത്തേ. വന്ദനമ്മ സംസാരിക്കാം. കൊടുക്കാം. ദാ അങ്കിൾ. ഹലോ സർ, താങ്കൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? എന്താ പറഞ്ഞോളൂ. മോൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ഇട്ട് തരാം. കുഞ്ഞിന് എന്തെങ്കിലും ആഹാരം വാങ്ങിക്കൊടുക്കണം. അയ്യോ, പണമൊന്നും വേണ്ട. കുട്ടികളുടെ ഫുഡ് ഞാൻ വാങ്ങിക്കൊടുത്തോളാം. താങ്ക് യു സർ. ശരി. ഈശ്വരാ, മോക്ക് വിശക്കുന്നെങ്കിൽ അങ്കിളിനോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അങ്കിൾ വാങ്ങി തരില്ലായിരുന്നോ? ഇപ്പൊ മോക്ക് എന്താ വേണ്ടത്? ആഹാരം കഴിക്കണം അല്ലേ? സാറേ, ഒരു ലോട്ടറി. വേണ്ട ഏട്ടാ. സാറേ, വേണ്ട. വാ മോളെ, കഴിക്കാം. അങ്കിള് വെയിറ്റ് ചെയ്യാം. മോളെ, അങ്കിളിന് ധൃതിയൊന്നുമില്ല. മോള് പയ്യെ കഴിച്ചാൽ മതി. വയറ് നിറച്ച് കഴിക്കും. അങ്കിള് വെയിറ്റ് ചെയ്തോളാം. കഴിച്ചോ. ആ അച്ഛാ. എടാ, ജിതേന്ദ്രൻ വിളിച്ചു പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? ഒരു പെണ്ണ് കാണാൻ പോവാൻ ഞങ്ങളൊക്കെ കാത്തു നിൽക്കുക ഇവിടെ. പയ്യനില്ലാതെ പെണ്ണ് കാണാൻ പോയിട്ട് എന്താടാ കാര്യം? ഈ കൂട്ടത് കെട്ടിയെടുക്കാൻ പറ്റില്ലേ നിനക്ക്? സോറി അച്ഛാ, ഒഴിവാകാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഞാൻ ഇത്തിരി തിരക്കില്ല. ഫ്രീ ആകുമ്പോൾ ഞാൻ വിളിക്കാം. ഒരു പെണ്ണ് കാണാൻ പോലും നേരമില്ലാത്തവൻ. അവന്റെ തല തിരിഞ്ഞുപോയി. ഞാൻ അവരോടെന്ത് പറയും? കഴിച്ചു. അവൾക്ക് ഐസ്ക്രീം വേണോ? ഒരു ഐസ്ക്രീം. ഓക്കെ സാർ. താങ്ക് യു. വെൽക്കം. കഴിക്കുമോളെ. ഹലോ. ഹലോ സർ, ബുദ്ധിമുട്ടില്ലെങ്കിൽ വീഡിയോ കോൾ ആക്കി കുഞ്ഞിനൊന്ന് ഫോൺ കൊടുക്കോ. എനിക്ക് മോളെ ഒന്ന് കാണാനാ. അതിനെന്താ, കൊടുക്കാലോ. ഈ കുട്ടിയുടെ പേരിൽ അനുഭവിച്ചൊന്നും പോരെ ചേച്ചിക്ക്. ഇനിയെങ്കിലും കുട്ടിയുടെ കാര്യം ചേച്ചിക്ക് വിടാറായില്ലേ? ഞങ്ങളെല്ലാം ജയിലും കൂടത്തിൽ കയറിയാലേ നടക്കേണ്ടി വരൂ ഈശ്വര. മോളെ, ദേ ഇതിലിങ്ങനെ ഐസ്ക്രീം കഴിക്കാനുള്ള സ്ഥലമൊക്കെ എന്റെ വയറ്റിൽ ഒരിച്ചിട്ടുണ്ടമ്മേ.